അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലേ, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് മറന്നു പോകും, അല്ലെങ്കിൽ കളഞ്ഞിട്ടൊക്കെ പോകും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് ഡോക്യുമെൻ്റ് ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, ക്യാഷ് ആയിക്കോട്ടെ ഒക്കെ. അപ്പോൾ നമ്മൾ തിരിച്ച് കിട്ടാൻ വേണ്ടി വളരെയധികം വിഷമിച്ചിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്കിയിട്ടോ. ഒരുപാട് പേർക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു ദിക്റും പിന്നെ ഒരു യാസീനോ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം അതുപോലെ ചെയ്ത് നോക്കി. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സാധനം ഇത് തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും കേട്ടോ. എനിക്ക് നീ പോയി കഴിഞ്ഞാലോ, നീ മക്കളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ, മക്കൾക്ക് ഞാൻ വേഗം പറഞ്ഞു കൊടുക്കാതെ നേതാക്കിക്കോളി, നിങ്ങൾ തന്നെ ഓതണമെന്നും പറയും. യാസീനായിക്കോട്ടെ എൻ്റെ മക്കളെ കൊണ്ട് തന്നെ ഓദിക്കുന്നു. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഭയങ്കര വിശ്വാസമാണ്. ഒരു വേഗം എന്ത് പോയി കഴിഞ്ഞാലും, ഒരു പെൻസിൽ പോയി കഴിഞ്ഞാലും അതാണ് വേഗം നീത്താക്കുക. അത് പെട്ടെന്നൊരു ഫലം കണ്ടിട്ട് കുട്ടികൾക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളാ ഒരു കാര്യം ചെയ്ത് നോക്കിയിട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ യാ ഹാഫിദ് യാ അല്ലാ, യാ ഹാഫിദ് യാ അല്ലാ, ഇത് 113 പ്രാവശ്യം നമ്മൾ ചൊല്ലേണ്ടത്. എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. നിസ്കാരം എന്തായാലും വേണം കേട്ടോ. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 11 പ്രാവശ്യം റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാം. എന്നിട്ട് യാ ഹാഫിദ് യാ അല്ലാ എന്ന് 113 തവണ ചൊല്ലാം. 113 തവണ യാ ഹാഫിദ് യാ അല്ലാ, സംരക്ഷിക്കുന്നവനെ എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് എന്ത്, യാ ഹാഫിദ് യാ അല്ലാ. ഇതിനെ നിങ്ങൾ 113 തവണയാണ് ഓതേണ്ടത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നേർച്ച വെക്കാനുണ്ട്. അത് ബദരീങ്ങളെ പേരിൽ ഒരു യാസീന്, ഒരൊറ്റ യാസീന് ബദരീങ്ങളെ പേരിൽ. ഈ സാധനം എന്താണോ, അത് ക്യാഷ് ആയിക്കോട്ടെ, ഡോക്യുമെൻറ്റ്സ് ആയിക്കോട്ടെ, എന്തായാലും ആരെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തരാനും അവർക്ക് തരാനുള്ളൊരു മനസ്സുണ്ടാവാനും, അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു യാസീൻ നേർച്ച വെക്കുക. സാധനം നമ്മളെ കയ്യിൽ കിട്ടിയതിന് ശേഷം ആണ് നമ്മൾ ഈ യാസീൻ ഓതേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ സാധനം കിട്ടും. നമുക്ക് ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ കാണിച്ചിരുന്നില്ല ഇതിൽ. അത് ഒരു വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള കമൻറ്റുകളാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധയിൽ ചിലപ്പോൾ പെടണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എളുപ്പത്തിൽ ഉപകരിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അവിടെ പോയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വന്നത് കേട്ടോ. വളരെയധികം ഞാൻ അന്ന് ഒരു 2-3 വർഷത്തെ മുന്നിട്ട് ഒരു വീഡിയോ ആണ്, ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പല തവണ എനിക്ക് എൻ്റെ മക്കൾക്കും അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളത് ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് സാധനമായാലും പടച്ച റബ്ബ് അത് നിങ്ങൾക്ക് എത്തിച്ചു തരും, നിങ്ങളെ കയ്യിലേക്ക് തിരിച്ചു തരും. ആരെങ്കിലും കയ്യിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു തരാനുള്ളൊരു മനസ്സ് പടച്ച റബ്ബ് കൊടുക്കും. ടെൻഷൻ അടിക്കേണ്ട, ഇൻഷാ അല്ലാഹ് നിങ്ങൾ കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ, ആ ഒരു ഉറപ്പിൽ. ബദരീങ്ങൾക്ക് ആരാ, അപ്പോൾ നമ്മൾ ബദരീങ്ങളുടെ പേരിലാണല്ലോ യാസീനൊക്കെ നേർച്ച വെക്കുന്നത്. കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ യാസീൻ ഓതാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്നിട്ട് എന്തൊക്കെ അത് കിട്ടുന്നുള്ള ഉറപ്പിൽ നമ്മളത് നേർച്ച വെക്കുക. ഈ യാ ഹാഫിദ് യാ അല്ലാ എന്നുള്ളത് എന്ത് ചെയ്യുക, അത് നിങ്ങൾ ഈ കിട്ടുന്ന മുന്നാണ് കേട്ടോ ചൊല്ലേണ്ടത്. അതായത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, 11 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുക, മുത്തുനബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. യാ ഹാഫിദ് യാ അല്ലാ 113 തവണ അവിടെ ഇരുന്നിട്ട് ചൊല്ലുക. എന്നിട്ട് ഈ ഒരു നേർച്ചയും കൂടെ വെക്കുക. സാധനം കൈ കിട്ടിയതിന് ശേഷം ബദരീങ്ങളെ പേരിൽ ഒരു യാസീനും കൂടെ ഓതാം. നേർച്ച വെച്ച യാസീനുണ്ടല്ലോ, അത് ഓതാം. ഇൻഷാ അല്ലാഹ് ഈ കാര്യം പഠിച്ചപ്പോൾ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ജീവിത അവസാനം വരെ നിങ്ങൾക്ക് ഇത് ഉപകരിക്കട്ടെ. പല തവണ നമ്മളൊരു പ്രാവശ്യം ഒന്നുമല്ലല്ലോ ഒരു സാധനം മറന്നു വെച്ച് പോവുക, നമുക്ക് നഷ്ടപ്പെട്ടു പോവുക. അപ്പോൾ ആ സമയങ്ങളിൽ എപ്പോഴായാലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്ക്. പഠിച്ചപ്പോൾ നല്ല സന്തോഷമുള്ളൊരു വാർത്ത നിങ്ങൾക്ക് തരും. നിങ്ങളുടെ കയ്യിലേക്ക് ആ സാധനം എത്തിച്ചു തരും. അതൊരു അത്ഭുതമാണ്. ആരെങ്കിലും അങ്ങനെ ഒരു പ്രയാസത്തിലാണ് ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് റിസൾട്ട് എന്തായാലും എന്നെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഫാമിലി ഗ്രൂപ്പിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാഹ്.